നല്ല പടം നല്ല പടം. കോമഡിയാണ്. പിന്നെ കോമഡിയിലെ കുറച്ച് പുതുമുഖങ്ങൾ മുഖങ്ങൾ പരിചിതമായ മുഖങ്ങളായാണ് കണ്ടുകൊണ്ടിരിക്കാൻ രസമുണ്ടായിരുന്നു. കോമഡി ഉണ്ട്, എല്ലാം ഉണ്ട്, നല്ല കുഴപ്പമില്ല. വലിയ സുഖമില്ലായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കോമഡി ടൈറ്റിലൊക്കെ അല്ലേ? പക്ഷെ അതിനുള്ള സാധനമൊന്നും ഉണ്ടായില്ലെന്ന് തോന്നുന്നു. മൊത്തത്തിൽ കുഴപ്പമില്ല. ഒരു നല്ലൊരു കൺസെപ്റ്റാണ്. രണ്ട് കാലഘട്ടത്തിലെ മനുഷ്യർ തമ്മിലുള്ള ഒരു പക്ഷേ സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്നു, ദുരാചാരങ്ങളെ ഉൾക്കൊള്ളുന്നു. അത് കേരളത്തിലും ഗൾഫിലുമായിട്ട് നടത്തുന്ന ഒരു കഥയുടെ ഒരു മൊത്തം പെർഫോമൻസ്. അതിനകത്ത് മുകേഷും ഉർവശിയും ഷൈൻ ടോം ചാക്കോയും അലൻസിയാറും ധ്യാൻ ശ്രീനിവാസും ഒക്കെ നല്ല പെർഫോമൻസാണ് നടത്തുന്നത്. ആദ്യം കുറച്ച് ലാഗുണ്ട്, പക്ഷേ അത് ടേക്കപ്പ് ചെയ്യുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ. കാരണം ഒരു കാലഘട്ടം നേരിടുന്ന ഒരു പ്രശ്നം, ജാതീയതയുടെയും ഒക്കെ മുസ്ലിമും ഹിന്ദുവും ഒക്കെ അല്ലെങ്കിൽ പൂണൂല് ധരിക്കുന്നവർ എങ്ങനെയാണ് ഒരു മുസ്ലിം സ്ത്രീയെ പ്രേമിക്കുന്നത് അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നതൊക്കെ ഉള്ളൊരു പ്രശ്നങ്ങൾ കുറച്ച് ഇങ്ങനെ മുമ്പിലേക്ക് ഇടുന്നുണ്ട് പുതിയ കാലത്തിലാണ്. കണക്റ്റ് ആവുന്നുണ്ട്. പിന്നെ ഈ ആദ്യത്തെ ലാഗ് ആണ് ഈ പ്രശ്നം. ആദ്യം രണ്ടാം ഘട്ടം വരുമ്പോഴും എനിക്ക് തോന്നുന്നു ഒരു പ്രശ്നം അല്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ കേരളം പോലൊരു സംസ്ഥാനം നേടുന്ന ഒരു ജാതീയ പ്രശ്നത്തേക്ക് ഇത് അഡ്രസ്സ് ചെയ്യുന്നു. കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. അങ്ങനെ നമുക്കൊരു വലിയൊരു ഇതൊന്നും പറയാനില്ല, എങ്കിൽ പോലും നമുക്ക് കുറച്ച് നേരം കണ്ടുകൊണ്ടിരിക്കാം. സമയം പോവും, വലിയ കുഴപ്പമില്ല. നല്ല അത്യാവശ്യം നല്ലൊരു കഥയാണ്. പലരും ഉറങ്ങിയെന്നൊക്കെ പറയണം. അല്ലല്ല, അങ്ങനെ ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല. എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കാം. അങ്ങനെ വലിയ മോശം സിനിമയെന്ന് പറയാനില്ല, എങ്കിലും കൊള്ളാം, നന്നായിട്ടുണ്ട്. ശരിക്കും ഒരു കോമഡി ഡ്രാമയാണ് അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷെ അത് അതിൻ്റെതായ ഒരു വൃത്തിയോടുകൂടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉറക്കമൊന്നും വരുന്നൊരു സാഹചര്യമൊന്നുമില്ല ഇതിനകത്ത്. പടം കൊള്ളൂല. എല്ലാവരും കൂടെ എടുത്തിട്ട് പോസിറ്റീവായിട്ട് എനിക്ക് എന്റർടൈനിങ് ആയിട്ട് തോന്നിയില്ല. ഉറങ്ങി, ഞങ്ങൾ ഉറങ്ങി. പിന്നെ പടം ഒന്നുമില്ല, അവര് കുറെ മറ്റേ മതസൗഹാർദ്ദം കാണിക്കാൻ നോക്കി വെറുപ്പിച്ച് തള്ളി, ഇത്രയാണ്. ഇത് പടം ഭയങ്കര ബോറാണ്. ഭാവിയും ഭൂതവും വർത്തമാനവും എല്ലാം കൂടി ഒരുമിച്ചുള്ള ഒരു നല്ലൊരു പടം. ഞങ്ങളുടെയൊക്കെ ആ പഴയ 80 കാലഘട്ടത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കായിട്ട് തോന്നി. അത്യാവശ്യം ചിന്തിക്കാൻ കഥയുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, രസമുണ്ട്, കണ്ടിരിക്കാം.